പൊതുജനത്തിൻ്റെ ഇടയിൽ കെ സി വേണുഗോപാലിന് സീറോ അക്സെപ്റ്റൻസാണ്. ഇനി ഞങ്ങൾ ഭരണം എന്നല്ല, പാർട്ടി തന്നെ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥയാണല്ലോ ഇപ്പോൾ കെ സി വേണുഗോപാലും കെ സുധാകരനും കൂടെ ചെയ്തു വയ്ക്കുന്നത്. മത്സര രംഗത്ത് മത്സരിക്കാത്ത എം പിമാർ ഇവിടെ കെട്ടി എഴുന്നേറ്റ് മുഖ്യമന്ത്രിയാകാൻ കാണിക്കുന്നതെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. തീർത്തും ജനങ്ങളോടും ഈ പാർട്ടിയോടും കൂടി കാണിക്കുന്ന ഏറ്റവും വലിയ നിരുത്തരവാദപരമായ ഒരു തീരുമാനവും സമീപനമാണ്. കെ സി എടുത്ത് ഇവിടെ അടങ്ങിയിരുന്നാൽ മതി. കെ സി എന്നിട്ട് ഈ ആസാമിലും ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ കോൺഗ്രസിൻ്റെ ദയനീയ പരാജയത്തിന് ഉത്തരം പറയുമെന്ന് പറയുകയാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രാജസ്ഥാനിൽ പോലെ BJP-യിലേക്ക് പോകും. ഇപ്പോൾ കെ സിയും കെ സുധാകരനും കാണിക്കുന്ന താല്പര്യം RSSനെ ചടുലമായിട്ട് റീപ്ലേസ് ചെയ്യാനുള്ളൊരു അവസരത്തിന് വേണ്ടിയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ്, എവിടെ മുഖ്യമന്ത്രി? ആരായിരിക്കും മുഖ്യമന്ത്രി? ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ കാണേണ്ടി വരും? അതെ, ഇനി എത്ര ദിവസത്തിനകം പ്രഖ്യാപിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ്? നാളെ പ്രഖ്യാപിച്ചേക്കും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റന്നാൾ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് ഈ ചർച്ച. നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ L. അജിത്ത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്നുണ്ടാകും പ്രഖ്യാപനം? ഉടനെ എങ്ങനെ ഉണ്ടാകുമോ? ഇതാണ് ചോദ്യം. ഇത് നമ്മൾ ഈ 24/7 എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലാണ് ഇന്ന്. ഈ 7 ദിവസത്തിന് മുമ്പ്, ഇന്നേക്ക് 7 ദിവസം ആകുമ്പോൾ 24/7 ആയി. ഇത്രയും ഇത് മാത്രമല്ല, ഇതിപ്പോൾ വലിയ പറഞ്ഞതുപോലെ എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളത്, എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ പ്രധാനമന്ത്രി വരെ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മന്ത്രിസഭാ രൂപീകരണത്തിന് ട്രോളിക്കാത്തതുകൊണ്ട് അദ്ദേഹം കൂടെ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ലജ്ജാകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൂട്ടുകയാണ്. ഇതിനകത്ത് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന, പ്രത്യേകിച്ച് കേരളയ്ക്ക് പ്രത്യേകിച്ച് അറിയുകയും വാത്സല്യവും സ്നേഹവും ബഹുമാനവും കൊടുക്കുന്ന 2 പേരുണ്ട് അവിടെ. ആരാ? നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. രാഹുൽ ഗാന്ധി ആയിരിക്കും അതിൻ്റെ ശരിയായ ആളെങ്കിൽ പോലും അവരെല്ലാം ഇവിടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്നതല്ലേ. അപ്പോൾ ഇത്രയും താല്പര്യത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി സ്വീകരിക്കുന്ന ഇവിടെ ഒരു ഗ്ലാഡിയേറ്റർ, ഞാൻ ആ പ്രയോഗം തന്നെ ഉപയോഗിക്കുന്നു, VD സതീശനെ പോലെ ഒരു ഗ്ലാഡിയേറ്റർ ആക്കാൻ തീരുമാനിച്ചാൽ ഈ സ്നേഹവും വാത്സല്യമൊക്കെ എല്ലാവർക്കും നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ ആ ഗ്രേസ് പൊയ്ക്കഴിഞ്ഞു. ഇപ്പോൾ 7 ദിവസമായിട്ട്, അതെ, ഇത്രയും ദിവസം കഴിയായിട്ട് 7 ദിവസമായി, ഇന്നൊക്കെ 7 ദിവസമായി. അപ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശരിക്കും ജനമനസ്സെന്താണ്? ജനഹിതമാണല്ലോ അത്. അല്ലാതെ കെ സി പറയുന്നത് പോലെ, അല്ലെങ്കിൽ കെ സുധാകരൻ പറയുന്നത് പോലെയാണ് തീരുമാനിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും വോട്ട് കൊടുക്കില്ലല്ലോ. അല്ല, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾക്കോ ജില്ലാ നേതാക്കൾക്കോ ഒന്നും തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് അവർ ഓരോരുത്തരും ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത്. മാത്രമല്ല, സംസ്ഥാന നേതാക്കന്മാർക്ക് പോലും അതെ, സംസ്ഥാന നേതാക്കൾക്ക് പോലും ഇത് പ്രശ്നമാണ്. ഇപ്പോൾ ശ്രീ K. മുരളീധരൻ അദ്ദേഹം പറഞ്ഞു, ഇതിനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ആളുകളെ കൊണ്ട് അത് ഇതൊക്കെ പറയിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ യഥാർത്ഥ ഗ്രേസ് പോയി എന്നുള്ള അവർക്ക് തന്നെ അതിനൊരു ഫീലുണ്ട്. ശരിയാണ്. പിന്നെ ഈ ഘടകകക്ഷികളുടെ ഇടയിൽ ഒരു ഇൽ ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ ഘടകകക്ഷിയാണ്, അതെ, ഞങ്ങൾ നിങ്ങളുടെ ഘടകകക്ഷിയാണ്. പക്ഷേ ഞങ്ങളെല്ലാം ഇങ്ങനെ ജയിച്ച് വന്നു, പ്രവർത്തിച്ച് വന്നിട്ട് മന്ത്രിസഭ രൂപീകരിക്കേണ്ടത് ആവേശം സന്തോഷമൊക്കെ എല്ലാം കെട്ടുപോയി. കാരണം അവർക്കും എല്ലാം അതുണ്ടല്ലോ, ഇക്വേഷൻസ് അനുസരിച്ച് അവർക്കും മന്ത്രിമാരെ തീരുമാനിക്കണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നീണ്ടു പോകുന്നു, അനിശ്ചിതമായിട്ട് പോകുന്നു. അതൊരു വല്ലാത്തൊരു സോറി ഫിഗറായി ഇപ്പോൾ കോൺഗ്രസ്. ഇവിടെ കിട്ടിയിരിക്കുന്ന സ്നേഹവും ബഹുമാനവും താല്പര്യവും എല്ലാം തന്നെ. കാരണം പിണറായി വിജയൻ്റെ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെ ജനം വാശിയോടുകൂടി, വീറോടുകൂടി VD സതീശനാണ് നയിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. അതിനു മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തല അധ്വാനിച്ചു. അപ്പോൾ ആഗ്രഹം അനുസരിച്ച് മന്ത്രിസഭ മാറ്റം വന്നിട്ടേ മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുതരം ഹൈക്കമാൻഡ്, എന്തുതരം ഉത്തരവാദിത്വം? എന്താണ് ഈ മത്സര രംഗത്ത് മത്സരിക്കാത്ത എം പിമാർ ഇവിടെ കെട്ടി എഴുന്നേറ്റ് മുഖ്യമന്ത്രിയാകാൻ കാണിക്കുന്നതെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. തീർത്തും ജനങ്ങളോടും ഈ പാർട്ടിയോടും കൂടി കാണിക്കുന്ന ഏറ്റവും വലിയ നിരുത്തരവാദപരമായ ഒരു തീരുമാനവും സമീപനമാണ്. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അങ്ങ് പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിൻ്റെ ഒരു ദൗർബല്യമാണ് കാണിക്കുന്നത് അല്ലേ? ഹൈക്കമാൻഡ് എല്ലാ കാലത്തും നമുക്ക് മുമ്പും ഇതുപോലെ ഗ്രൂപ്പിസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പിസം ഒന്നും ഇത്തരത്തിൽ നീണ്ടുപോയിട്ടില്ല. ഇത്തരം ആക്ഷേപങ്ങൾക്ക്
ഒന്നും സമയം കൊടുത്തിട്ടില്ല. അതൊക്കെ വളരെ പെട്ടെന്ന് ചടുലമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും വേണം. രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഒരു എല്ലാവരെയും എൻകംപാസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി, എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. കാര്യം ഈ കേരളം മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തും ഇത് വേണമെന്നും പഴയ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റസ് തിരിച്ചെടുക്കുക, വീണ്ടെടുക്കുക എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അതിന് പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് എല്ലാ നേതാക്കന്മാർക്കും അദ്ദേഹമായിട്ട് ആക്സസിബിലിറ്റി ഉണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഘട്ടം വന്നപ്പോഴെടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ നിരാശനായ നേതാവ് പാർട്ടി വിട്ടു പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സിന്. അതായിരിക്കുമോ ഇപ്പോൾ ഈ സ്ലോ ഡൗൺ ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നതിലേക്ക്? തീർച്ചയായിട്ടും ലിയോ, അതിനൊരു കാരണമുണ്ട്. അതില്ലാന്ന് പറയുന്നില്ല. ഈ നമ്മൾ രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റ്, അതെ, ഞാനതാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ വി ഡി സതീശൻ, സച്ചിൻ പൈലറ്റിനെ പോലെ ഇത്രയും പക്വത, പ്രായത്തിൽ കവിഞ്ഞ പക്വത ഇപ്പോൾ നമ്മുടെ ശ്രീ വി ഡി സതീശൻ കാണിക്കുന്ന അതേ മാഗ്നിറ്റ്യൂഡിൽ, അതേ വലിപ്പത്തിൽ പ്രവർത്തിച്ച് ഹൈക്കമാൻഡിന് പറയുന്ന അനുസരിച്ച് അവിടെ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഗെലോട്ടിനെ കൊണ്ടുവന്നു. അതെ, അദ്ദേഹം ചെറുപ്പക്കാരനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഈവൻ കേരളത്തിൽ പോലും അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട്. കറക്റ്റ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും സച്ചിൻ പൈലറ്റിന് സ്വീകാര്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ആവർത്തിച്ചാൽ, ഇവിടെ എഴുതി വെച്ചോളൂ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രാജസ്ഥാൻ പോലെ BJP-യിലേക്ക് പോകും. ഇപ്പോൾ കെ സുധാകരൻ കാണിക്കുന്ന താല്പര്യം RSSനെ ചടുലമായിട്ട് റീപ്ലേസ് ചെയ്യാനുള്ളൊരു അവസരത്തിന് വേണ്ടിയാണ്. 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കോൺഗ്രസ് കാണില്ല. കാരണം ജനങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് നിങ്ങൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ തരില്ല. അതൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അറിയുന്ന ആളാണ് അമിത് ഷാജി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇതൊക്കെ ഉപയോഗപ്പെടുത്തും. അദ്ദേഹമായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. RSS സംഘപരിവാറുകാർ ഇത് ശരിക്കും ആഘോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം. കാരണം ഇതിപ്പോൾ വേറെ മറ്റൊരു സാഹചര്യവും വേണ്ട. ജനങ്ങളുടെ മുന്നിൽ തന്നെ ഇവർ അപഹാസ്യരാകുകയാണ്. അല്ലേ, ഇവർ കഴിവുകേട് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഓക്കെ, മറ്റു രാഷ്ട്രീയക്കാർ അപഹസിക്കും അല്ലെങ്കിൽ ഇത് മുതലെടുക്കും എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ അതിലുപരി ഈ ജനത്തിൻ്റെ മുന്നിൽ ആവേശം കെട്ടുപോയി. ജനം ഇത്ര ആവേശഭരിതമായിട്ടാണ് ഇവരെ സെലക്ട് ചെയ്യാൻ വോട്ട് ചെയ്തത്. നമുക്കൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യം സാധാരണക്കാരിൽ നിന്ന് നേരിടേണ്ടി വരും അല്ലേ? നമ്മൾ ഇത്തരത്തിലുള്ള നേതാക്കളോടൊക്കെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കണം. അപ്പോൾ അവരൊക്കെ ആദ്യത്തെ ദിവസം ആരായിരിക്കും, VD ആയിരിക്കുമോ അല്ലെങ്കിൽ KC ആയിരിക്കുമോ, രമേശ് ചെന്നിത്തലയാണോ? അതിന് ഓരോ ദിവസം കഴിയും തോറും ഈ ചോദ്യത്തിൻ്റെ രീതി മാറി വരുന്നു. വല്ലോ ആയോ ഇപ്പോൾ ചോദിച്ചാൽ? അല്ല, ഇതിനകത്ത് വേറൊരു സംഭവം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മുൻകാലങ്ങളിലെ KPC പ്രസിഡന്റുമാരെ വിളിച്ചിട്ടുണ്ട്, ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിളി വന്നത് 1 മണിക്ക് ശേഷമുള്ള ഫോൺ കോളുകളിലൂടെയാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും അവിടെ എത്തുമ്പോൾ തന്നെ 6 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇന്ന് രാത്രി പ്രഖ്യാപിക്കാൻ പറ്റില്ലായിരിക്കും, നാളെ കാൽ പ്രഖ്യാപനം ഉണ്ടാകും. ഇവരോടൊക്കെ സംസാരിക്കാൻ സമയം വേണമല്ലോ ഇവരെല്ലാം. അല്ല, ഇതിനകത്ത് വേറൊന്നുമല്ല. ഇതിപ്പോൾ ഫോർമുല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ ഒരു സ്വകാര്യ ചാനൽ കഴിഞ്ഞ രാത്രി പറഞ്ഞിരിക്കുന്നത് VD സതീശന് 32 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് ലേറ്റസ്റ്റ്. 22 KC വേണുഗോപാലിനുള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് 6 or 8 ഉള്ളൂ. പക്ഷേ ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളെന്തിനാണ് ഈ ആവശ്യമില്ലാതെ ജോലി ചെയ്ത് മറ്റുള്ളവരെല്ലാം ജോലി ചെയ്ത് നിൽക്കുന്നിടത്ത് ഇറങ്ങി വരുന്നത്? അദ്ദേഹത്തിന് സമുന്നത അധികാരം അവിടെ കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുകയില്ലേ പാർട്ടി. അപ്പോൾ അയാളെ മാറി നിൽക്കണ്ടേ, അയാൾ സ്വയം മാറി നിൽക്കേണ്ടതാണ്. ഇതിനെ വഷളാക്കിയത് കെ സുധാകരനാണ്. ആദ്യമേ തന്നെ അവിടെ ഒരാഴ്ച ചെന്ന് കിടന്ന് മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കണമെന്ന്. അപ്പോൾ 8ഓളം MP-മാർ അതേ താല്പര്യം കാണിച്ചു. കാരണം ഈ പറഞ്ഞ പിണറായിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ മത്സരിച്ച് കഴിഞ്ഞാൽ 8 MP-മാർക്കും മന്ത്രിമാരാകാം എന്നുള്ളൊരവസരത്തിന് വേണ്ടിയായിരുന്നു. അതാണ് അവിടെ ഒരു AICC അങ്ങനെ ഒരു തീരുമാനം എടുത്ത്, MP-മാരും മത്സരിക്കേണ്ട. അപ്പോൾ അതിൽ പ്രധാനി ആരാ? KC വേണുഗോപാലല്ലേ. അദ്ദേഹം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും? അദ്ദേഹം മത്സരിക്കരുതായിരുന്നു. എവിടെ? പാർലമെൻറ്റിൽ അദ്ദേഹം മത്സരിക്കരുതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതെ, കറക്റ്റ്. പാർലമെൻറ്റിൽ അദ്ദേഹം ആലപ്പുഴ പാർലമെൻറ്റിലൊന്നും മത്സരിക്കരുതായിരുന്നു, ഒരിടത്തുകൾ മത്സരിക്കരുതായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ അയാൾക്ക് അസംബ്ലിയിൽ മത്സരിച്ചിട്ട് അയാൾക്ക് അവിടെ AICC-യിൽ സ്വാധീനമുണ്ട്, ഞാൻ ഹൈക്കമാൻഡിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് അദ്ദേഹത്തിന് ഇതൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ VD സതീശനെ പോലൊരു ചെറുപ്പക്കാരൻ ഇത്രയും എത്ര വിശ്രമരഹിത, ഉറക്കവും ഊണും ഇല്ലാതെ രാജ്യം മൊത്തം നടന്ന് ഘടകകക്ഷികളെ എല്ലാവരെയും ഏകോപിപ്പിച്ച്
ടീം UDF എന്ന് പറഞ്ഞൊരു പരിവേഷം കൊടുത്തു. ആ ടീമിൻ്റെ സ്പിരിറ്റ് നശിപ്പിച്ചിരിക്കുകയല്ലേ. അപ്പം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ജനവികാരം. പിന്നെ രമേശിനും ഭാഗികമായിട്ട് രമേശിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനവും ഉണ്ട്. കാരണം രമേശ് ചെന്നിത്തലയും സീനിയറാണ്, AICC മെമ്പറാണ്, KPCC പ്രസിഡൻ്റ് ആയിരുന്നിട്ടുണ്ട്, കഴിഞ്ഞ തവണ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു പൊതുജനത്തിൻ്റെ ഇടയിൽ KC വേണുഗോപാലിന് സീറോ അക്സെപ്റ്റൻസാണ്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ MLA-മാർക്കൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനം പാർട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് താനാണ് അതിനുള്ള ആളെന്നും പറഞ്ഞിട്ട് MLA-മാരെ ഭീഷണിപ്പെടുത്തിയാണ് ഈ നിലനിർത്തുന്നത്. അങ്ങനെ ചെയ്യൂ ഒരു അല്ല, അതാണ് അങ്ങനെയാണല്ലോ ഈ MLA-മാരെന്ന് പറയുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലുള്ള പ്രോഗ്രസ് നോക്കും, അവരുടെ ഇനിയുള്ള കരിയറിൽ അങ്ങനെ ഉള്ള അപ്പോൾ അതിന് ഇയാൾ AICC-യിൽ രാഹുൽ ഗാന്ധിയുടെയൊക്കെ തൊട്ടടുത്ത് ഡെയിലി സന്തത സഹചാരിയായിട്ട് ജീവിക്കുന്ന, ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരാൾ വിചാരിച്ചാൽ പലർക്കും എന്തെങ്കിലുമൊക്കെ പ്രൊമോഷനും സാധ്യതകളൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ MLA-മാർ ഇത് ചെയ്യുന്നത്. പക്ഷേ അവർ കാണിക്കുന്ന വിവരക്കേട്, അവർക്ക് വോട്ട് കൊടുത്ത ജനം KCയെ ആലോചിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. കോൺഗ്രസ്സിനാണ് വോട്ട് കൊടുത്തത്, ഈ MLA-മാർക്കല്ല. കോൺഗ്രസ്സിനാണ്, MLA എന്ന് പറയുന്ന വ്യക്തിക്കല്ല, കോൺഗ്രസ്സിനാണ് വോട്ട് കൊടുത്തത്. അതിനെ തകർക്കരുത്. അതിനെ തകർക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഗ്രേസ് പോയി. നമ്മൾ തന്നെ ഇപ്പോൾ 3-ാം ദിവസം ചർച്ച ചെയ്യണം. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു വളരെ 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 പ്രയാസകരമായൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, പ്രധാനമന്ത്രി ട്രോൾ ചെയ്തെന്ന് പറയുന്ന പോലെ, അതെ, അവിടെ വിജയുടെ, നമ്മളെ തന്നെ ഗവർണറാണ് തമിഴ്നാട്ടിൻ്റെ ചാർജുള്ള, അദ്ദേഹം എത്രത്തോളം വിജയെ 3-4 തവണ ഭൂരിപക്ഷം തെളിയിക്കാൻ, ഭരണഘടനാപരമായിട്ട് അവിടെ ആരെങ്കിലും ഹൈക്കോടതിയിൽ പോവുകയോ സുപ്രീം കോടതിയിൽ പോവുകയോ ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും വലിയ സീറ്റുള്ള ആളെ വിളിക്കണം, നിർബന്ധമായിട്ട് വിളിക്കണം. പിന്നെ എവിടെ തെളിയിക്കേണ്ടത്? അസംബ്ലിയിലാണ് തെളിയിക്കേണ്ടത്. അസംബ്ലിയിൽ അയാൾക്ക് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന്, നമ്മുടെ ആർലേക്കർ, അദ്ദേഹത്തിന് ഇങ്ങനെ അവിടെ ഒരു അനിശ്ചിതത്വം ക്രിയേറ്റ് ചെയ്യാതിരുന്നെങ്കിൽ, പൊളിറ്റിക്കലി അദ്ദേഹം അങ്ങനെ ഒരു ഭരണഘടനാപരമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്കാലിറ്റി പറയുന്നെങ്കിലും ഞാനൊക്കെ ആ രീതിയിലാണ് ചിന്തിച്ചത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ആരെങ്കിലും കോടതിയിൽ പോയെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള കക്ഷിയെ വിളിക്കുക, അവർ അസംബ്ലിയിൽ പ്രൂവ് ചെയ്യട്ടെ. അസംബ്ലിയിൽ DMK തന്നെ 4 പേര് സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അതെ, അതെ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഈ ടെക്നിക്കാലിറ്റിയിൽ പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവിടുത്തെ അത് എന്തായാലും അദ്ദേഹം സർവൈവ് ചെയ്തു, അയാൾ അവിടെ മുഖ്യമന്ത്രിയായി. അപ്പോഴും ഈ എല്ലാ ചാനലുകളും, ദേശീയ ചാനലുകളെല്ലാം തന്നെ ഇപ്പോൾ പറയുന്നത് എന്താ, തമിഴ്നാട്ടിലുമായി, കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലായി, ബംഗാളിലായി ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അത് സത്യപ്രതിജ്ഞ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. 6-8 മന്ത്രിമാരും ഒക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ടും ഇവിടെ ഇപ്പോഴും പ്രഖ്യാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സതീശൻ്റെ പേരും രമേശിൻ്റെ പേരും ഒഴിച്ച് KCയുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അന്ത്യവകാശ കിട്ടുന്നതിന് തുല്യമാണ്. 5 വർഷം കഴിയുമ്പോൾ ഇതൊരു അന്ത്യവകാശയുടെ സമയമാണ്. കഴിഞ്ഞ ദിവസം അന്ത്യവകാശം എന്ന് പറയുന്ന ഈ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഇതനുസരിച്ച് ഈ രോഗീലേപനമാണ് അവസാനം കൊടുക്കുന്നത്, രോഗിയായിട്ട് മൃതപ്രായരായിട്ട് ആ സമയത്ത് നിൽക്കുമ്പോൾ കൊടുക്കുന്നത്. ആ അവസ്ഥയിലേക്കാണ് ആളുകളെല്ലാം വോട്ട് കൊടുത്തിരിക്കുന്നത്. അന്ത്യവകാശമായിട്ട് ചിലപ്പോൾ കണക്കാക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിലൊരു തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഈ ഒരു വിഷയം? ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ അതാണ്. എന്തിനാണ് KC ഇത്രയധികം രാഹുൽ ഗാന്ധിയൊക്കെ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അദ്ദേഹത്തിനോട് പറയണം, പറ്റില്ല, നമ്മൾ തീരുമാനിച്ചതല്ലേ MP-മാരും മത്സരിക്കുക, പിന്നെ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ ജോലി ചെയ്തവർ കൊയ്യട്ടെ. അല്ല, ഈ ഒരു വിഷയത്തിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ആരൊക്കെ ആണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആദ്യമേ ഉണ്ടായിരുന്ന ലിസ്റ്റിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, VD സതീശനുണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിനെ ഇറക്കിയതാണ്. KC വേണുഗോപാലിനെ ആദ്യമേ ഇതിനകത്ത് ഉണ്ടായിരുന്ന KCക്കും പകരം KS ആയിരുന്നു, K സുധാകരനാണ് അവിടെ ചെന്ന്, ഡൽഹിയിൽ ചെന്ന് ഒരാഴ്ച കിടന്ന് എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നൊക്കെ പറഞ്ഞുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു പോളിസി ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചയച്ചത്. അപ്പോഴേക്കും KCയെ അദ്ദേഹം പൊക്കിയെടുത്ത് KCയെ എടുത്ത് മുന്നിൽ നിർത്തി. ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഞാൻ പിന്തുണ കൊടുക്കുന്നു. അതാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത് സ്വയം കുഴി കുത്തുകയാണ്. ഓക്കെ. അല്ല, ഇതിപ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് മുതിർന്ന നേതാക്കളെയാണ്. മുതിർന്ന നേതാക്കളുപരി മുതിർന്ന പഴയ KPCC പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവരെ വിളിച്ചു. അതിനകത്ത് ശ്രീ മുരളീധരനുണ്ട്, മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്, VM സുധീരനുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഫീല്, എൻ്റെ ഒരു സ്ട്രോങ് ഗട്ട് ഞാൻ പറയുന്നത്, K സുധാകരൻ ഒഴിച്ച് മറ്റെല്ലാവരും
വി ഡി വി ഡി സതീശൻ സതീശനും രമേശ് ചെന്നിത്തലയും വരട്ടെ എന്ന് വെക്കും, പറയുന്നത്. ഷെയർ ചെയ്ത് പോട്ടെ എന്ന് വെക്കും. ആ. അങ്ങനെ ഒരു ഫോർമുല. അവരുടെ എല്ലാം തന്നെ അഭിപ്രായം നമ്മൾ പണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതും അങ്ങനെ തന്നെയാണ്. അതായത് ജനപിന്തുണ നമ്മൾ മാനിക്കണം എന്ന് പറയും. അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചവരും നേതൃത്വ പാഠമുള്ളവരും ഇവിടെ അധ്വാനിച്ചവരുമായിട്ടുള്ള 2 പേര്, അത് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ്, ആളുകൾ അദ്ദേഹത്തിന് അറിയുന്ന, അദ്ദേഹത്തിന് നല്ലൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക്. പക്ഷേ വി ഡി സതീശൻ്റെ പ്രശ്നം, വി ഡി സതീശൻ ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കിയില്ല. അതെ, ഒരു ഗ്രൂപ്പ് തൻ്റേതായിട്ട് ഉണ്ടാക്കിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലേ, അതെ, അതല്ലേ മാനിക്കേണ്ടത്, ഹൈക്കമാൻഡ് അതല്ലേ യഥാർത്ഥത്തിൽ കണക്കാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നടന്നൊരു രസകരമായ സംഭവം ഇന്ന് പത്രത്തിലൊക്കെ ഉണ്ട്, കഴിഞ്ഞ ദിവസം ടി വിയിലൊക്കെ വന്നിരുന്നു. ഒരു CPM നേതാവ് കെ സി വേണുഗോപാലിൻ്റെ ഫ്ലക്സ്, കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഒരു ഫ്ലക്സ് സ്ഥാപിക്കുന്നതായിട്ട്. അതെ അതെ. അപ്പോൾ ഈ മറ്റു പാർട്ടികൾ ഈ രീതിയിലും ഈ തർക്കത്തെ, അല്ല, അതൊക്കെ അവർക്ക് അവരുടെ എതിർ കക്ഷിയായിട്ടിരുന്ന ഒരു ഭരണ നേതൃത്വത്തിൽ വരുമ്പോൾ എങ്ങനെ ഇത് അലങ്കോലപ്പെടുത്താം, എങ്ങനെ അതിൻ്റെ ഗ്രേസ് നശിപ്പിക്കാം എന്നുള്ളത് അവർ ചെയ്യും. അത് പക്ഷേ എന്തായാലും CCTV പരിസരത്ത് CCTV ദൃശ്യത്തിൽ വന്ന് ആളെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. CCTV ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര കുറ്റങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെ പോലീസിനൊന്നും ഒരു വിലയില്ലായിരുന്നു. ഇപ്പോൾ CCTV ആണല്ലോ കേസുകൾ തെളിയിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള സീനിയർസ് നേതാക്കൾ, അതായത് മുൻ KPCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെയാണ് വിളിച്ചിരിക്കുന്നത്. അവരോട് ഏത് തരത്തിലുള്ള ചർച്ചയായിരിക്കും ഇനിയിപ്പോൾ? നിങ്ങളോടൊക്കെ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്, ഹൈക്കമാൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് സംസാരിച്ചല്ലോ, ഈ ആളിനെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുക, എന്താണ് അഭിപ്രായം? ഇതായിരിക്കുമോ ചോദിക്കുന്നത്? അതോ എന്താണ് ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം എന്നായിരിക്കും ചോദിക്കുക? അല്ലേ, ഇപ്പോൾ സിറ്റുവേഷൻ വളരെ വഷളാണ് എന്ന് ബോധ്യപ്പെടുത്തും. ഈ വിളിച്ചിരിക്കുന്ന KPCC മുൻ പ്രസിഡന്റുമാരെല്ലാം പറയുന്നത് സിറ്റുവേഷൻ വഷളാണ്, ആളുകൾ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, മോശം ഒരു ഇംപ്രഷനിലേക്ക് കാര്യങ്ങളും കൈവിട്ട് പോയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം. മുമ്പ് പറഞ്ഞ ഫോർമുല, MP-മാരും വേണ്ട എന്ന് പറഞ്ഞ ഫോർമുല എവൈഡ് ചെയ്യുക, അത് ഒബ്ലൈ ചെയ്യാനുള്ള ബാധ്യത KC വേണുഗോപാലിനും K സുധാകരനും ഉണ്ട് എന്നവർ ബോധ്യപ്പെടുത്തിയാൽ മതി. മറ്റൊന്ന്, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ 32 MLA-മാരുടെ പിന്തുണ വി ഡി സതീശനുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ അത് വളരെ കുറവായിരുന്നു, 20+ ആയിരുന്നു. നേരെ മറിച്ച് KC വേണുഗോപാൽ 47. വി ഡി സതീശന് 32, K സുധാകരൻ KCക്ക് 22 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയായിരിക്കാം അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവുക? അല്ല, അത് ഈ പറഞ്ഞില്ലേ, പൊതുജനത്തിൻ്റെ സംഭാഷണം നമ്മൾ പറയുന്ന മെമ്മസ് എന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക ഉദ്ദേശം, ഒരേ കാര്യം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെർമറിങ് മോഡിൽ പറയുന്നതാണ്. ഇതിങ്ങനെ വൈബ് അന്തരീക്ഷത്തിൽ ഇത് പ്രചരിച്ചു കഴിഞ്ഞില്ലേ, KC എന്തിനും ഇവിടെ കെട്ടിയെഴുന്നള്ളിക്കണം? ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു വാർത്ത എത്രയോ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം ജനം കേൾക്കുകയല്ലേ. ഇത് കൂടാതെ ഈ വൈബ് ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്, KC ഇവിടെ വരുന്നത് കൊണ്ടാണ് ഈ നീണ്ടു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് VDSന് ഈ പറഞ്ഞ മുന്നേറ്റം MLA-മാരുടെ സൈഡിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. വേറൊന്ന്, ഈ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ ഉണ്ട് കേരളത്തിൽ, വളരെ അല്ല, ജനറലായിട്ട് ഉള്ളവർ, അവർക്ക് എല്ലാവർക്കും ഒരു RSSൻ്റെ താല്പര്യമുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ കാരണം തീർച്ചയായിട്ടും, കാരണം ഇത് തകരും, ഈ മുന്നണി തകരും. രാജസ്ഥാനിൽ പോയതുപോലെ പോകും, ഗോവയിൽ പോയതുപോലെ പോകും, കർണാടകത്തിൽ പോയതുപോലെ പോകും. കർണാടകത്തിലെ കാര്യം നമ്മൾ മെനഞ്ഞാൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്. കർണാടകത്തിൽ മതന്യൂനപക്ഷങ്ങളും ഭാഷാന്യൂനപക്ഷങ്ങളും ഒത്തൊരുമയോടുകൂടി നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്നവിടെ കോൺഗ്രസ് മന്ത്രിസഭയുള്ളത്. കേരളത്തിൽ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗോവയിലെ പോലെ ഒരിക്കലും ഇനി ഉണ്ടാവില്ല. അത് ഈ ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മൈൻഡിൽ ഉണ്ടാകും ഉറപ്പായിട്ടും. പക്ഷേ ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കൊള്ളാം. അല്ല, ഇതൊക്കെ പരിഗണിക്കണ്ടേ? ഇവിടുത്തെ രാജസ്ഥാനിലതും ഗോവയിലതും കർണാടകത്തിലും സാഹചര്യം പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കണ്ടേ? അതുകൂടെ വേണ്ടേ? അല്ല, ഒരു KCയെ മാത്രം മുൻനിർത്തി KC ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ട KCയാണ്. ഓക്കെ, ഇതിപ്പോൾ ചർച്ചയുടെ വശങ്ങൾ ഇങ്ങനെയാണ്. നാളെ ചിലപ്പോൾ പ്രഖ്യാപനം ഉണ്ടായേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എണ്ണയിട്ടേന്ത്രം പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കും, അല്ലേ? ഒരു തർക്കമില്ല. കാരണം ഇതിപ്പോൾ ഇത്രയും പേരുദോഷം കേട്ടതുകൊണ്ട് അതിങ്ങനെ ഒരിക്കൽ കാര്യങ്ങൾ സെറ്റായി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഘടകകക്ഷി മന്ത്രിമാരും എല്ലാവരും വരുന്നു, പിന്നെ എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ. ഇപ്പം തന്നെ GAD ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ നിന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു, UDF പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്ന സ്ത്രീകൾക്ക് ബസ്സിൽ
ഫ്രീ ആയിട്ടുള്ള യാത്ര അത്തരത്തിൽ സൗകര്യത്തിന് വേണ്ടിയുള്ള കണക്കെടുപ്പ് അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ, ഓണേഴ്സ് അസോസിയേഷൻ അവർ പറയുന്നു അത് റിവ്യൂ ചെയ്യണം, ഇവർക്ക് അവരുടെ വരുമാനത്തിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്ക് പോയി. അപ്പോൾ ഇനി ഒരു ചടുലമായിട്ടിപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആക്കി കൊടുത്തു. അദ്ദേഹം അത് ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതല്ല യഥാർത്ഥത്തിൽ. പക്ഷേ അത് അത്തരം ജനകീയ കാര്യങ്ങൾ ഉടനെ തീരുമാനം എടുക്കണം. ജനങ്ങൾ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്മൂത്താവും. പക്ഷേ വേറൊന്ന്, വകുപ്പ് വിഭജനം മറ്റൊരു വിഷയമായിട്ട് നിലനിൽക്കുമോ? വകുപ്പ് വിഭജനം മറ്റൊരു വിഷയം വലിയ പ്രശ്നങ്ങൾ വരില്ല. കാരണം കോൺഗ്രസ് പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് കൈവയ്ക്കുന്നതിനാണ് താല്പര്യം. പക്ഷേ ലീഗ് പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായമൊക്കെ ഞങ്ങളുടെയാണ്. അല്ല, അതിപ്പോൾ മുമ്പും നമുക്ക് അവിടെ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ കീഴിൽ ഇപ്പോൾ നടന്ന എന്തായിരുന്നു, 2 രീതിയിലാക്കിയില്ലേ, വിദ്യാഭ്യാസ വകുപ്പ് വിഭജിച്ചില്ലേ, ഹയർ എഡ്യൂക്കേഷനും പ്രൈമറി സ്കൂൾ തലത്തിലും ആക്കി. അതുപോലെ ചെയ്യാം, പൊതുവിദ്യാഭ്യാസവും അങ്ങനെ ചെയ്യാം, വകുപ്പുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം. അതിനകത്തൊന്നും വലിയ മസിൽ പിടുത്തൊന്നും അവർ ലീഗ് കാണിക്കില്ല. പിന്നെ കോൺഗ്രസ്സിന് തന്നെ നല്ല നേതൃത്വമില്ലേ. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് മാറുന്നൊരു സാഹചര്യം വന്നാൽ കെ മുരളീധരൻ കെഎമ്മിന് നല്ലൊരു മന്ത്രിസ്ഥാനം കൊടുക്കണം. പിന്നെ സണ്ണി ജോസഫ് KPC പ്രസിഡൻ്റ് അല്ലേ, അദ്ദേഹത്തിന് നല്ലൊരു മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ? ഏത് മന്ത്രിസ്ഥാനമാണ് മോശമുള്ള? എല്ലാം നല്ലത് തന്നെ, എല്ലാ വകുപ്പും നല്ലത് തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അല്ല, ഇതിപ്പോൾ വേറൊരു സംഭവം കൂടി ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യവും ചർച്ചയും ഒക്കെ ഇന്ന് എയറിൽ നിൽക്കുന്നുകൊണ്ടായിരിക്കണം അത് താഴ്ന്നു കിടക്കുന്നത്. അതായത് അടുത്ത KPC പ്രസിഡന്റ് ആര് എന്നുള്ളത്. അതിനും ഇപ്പോൾ തന്നെ പലരും കൊടുക്കുന്നു. സുരേഷും തുടങ്ങിയ പലരും ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവിടെയും ജാതീയത പറയാണ്, അദ്ദേഹം പിന്നോക്ക സമുദായക്കാരനാണ്, 8 തവണ MP ആയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ കണ്ടിരിക്കുന്നു. അപ്പം അത് പിന്നെയും കോൺഗ്രസിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ പ്രശ്നമാണ്. അതവർ സെറ്റിൽ ചെയ്തോട്ടെ, എങ്ങനെ വേണം സെറ്റിൽ ചെയ്ത്. പക്ഷേ ഇതല്ല, കേരളത്തിൻ്റെ ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ, ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ. ഇന്നിപ്പോൾ ട്രഷറി ബ്രേക്ക് ഡൗൺ ആയി, ട്രഷറി സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മന്ത്രിസഭ ഇല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമല്ലേ. ഉത്തരവാദിത്വം വേണ്ടേ, എല്ലാ സ്ഥാപനങ്ങളുടെയും ഹെഡ്സിന് ഒരു അക്കൗണ്ടബിലിറ്റി വേണ്ടേ, ആർക്ക് ആരോട് എന്ത് എന്ന് പറയേണ്ട കാര്യം ബാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടെങ്കിലല്ലേ ജനാധിപത്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത്, അത് ടേമായി 2 പേർക്ക് കൊടുത്തേക്കും വിഭജിച്ച്. ആദ്യം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും, അതിനുശേഷം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവും. അങ്ങനെ ഒരു ഫോർമുല അവിടെ വളരെ സജീവമായി ചർച്ചയിലുണ്ട് എന്നാണ്. അതിനുള്ള സാധ്യതയുണ്ടോ? അല്ല, അതുപോലും തെറ്റില്ലാത്തൊരു ഫോർമുലയാണ്. അങ്ങനെ വന്നാൽ പോലും തെറ്റില്ല. കാരണം അങ്ങനെ വന്നാൽ പോലും വി ഡി സതീശൻ ചിലപ്പോൾ കോംപ്രമൈസ് ഡെപ്യൂട്ടി CM ആയിട്ട് ഇപ്പോൾ കർണാടകത്തിൽ നടക്കുന്ന ആ ഫോർമുലയിൽ നിൽക്കും, ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നില്ല പുള്ളി എതിർക്കുമെന്ന്. കാരണം പുള്ളിക്കും ഈ സ്റ്റെയിൽമേറ്റ്, ഇങ്ങനെ ഒരു അനിശ്ചിതത്വം കൊണ്ടു നടക്കാൻ പുള്ളിക്കും പ്രയാസമുണ്ട്. പാർട്ടി അങ്ങനെ കട്ടറിലിടണമെന്ന് പുള്ളിക്കും താല്പര്യമുള്ള ആളല്ല. MLA അല്ലാത്ത ഒരാൾ വന്ന് മത്സരിച്ചിനി ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരണം, ഒരു ഉപതെരഞ്ഞെടുപ്പ്, MLA സ്ഥാനത്തേക്ക് അസംബ്ലിയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ്, എന്തൊക്കെ അനോമലീസാണ് ഈ മനുഷ്യൻ കാരണം ഉണ്ടാകുന്നത്. അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ ഇപ്പോൾ അങ്ങനെ കഴിവുകെട്ടവരാരും ഇല്ലല്ലോ, കഴിവുള്ളവരല്ലേ. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ എല്ലാ MLA-മാരും യോഗ്യരാണല്ലോ മുഖ്യമന്ത്രിയാകാൻ. അല്ല, ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളവരുടെ എല്ലാം മനസ്സിലെ ഒരു ആശങ്ക, ഇനി അങ്ങോട്ടൊരു ഭരണം കിട്ടിയില്ലെങ്കിലോ എന്നായിരിക്കുമോ? ഇനി അങ്ങ് ഭരണം എന്നല്ല, പാർട്ടി തന്നെ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥയാണല്ലോ ഈ KC വേണുഗോപാലും K സുധാകരനും കൂടെ ചെയ്തു വയ്ക്കുന്നത്. പാർട്ടി തന്നെ ഇല്ലാണ്ട്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. രാജസ്ഥാൻ്റെയും ഗോവയുടെയും കർണാടകത്തിൻ്റെയും കാര്യം ഞാൻ എടുത്തു പറഞ്ഞതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, ഇല്ലാണ്ടാകും, കൈവിട്ടു പോകും. ജനം നിസ്സാരമല്ല. കാരണം ജനം ഇപ്പോൾ എറിഞ്ഞ് തോൽപ്പിച്ചിരിക്കുകയാണല്ലോ എത്ര പേരെ. അവർ കരുതി ചെയ്തത്. കോൺഗ്രസിൻ്റെ വലിയ മഹത്വത്തിന് ഉപരി അങ്ങനെ ഒരു ഹെഗിമണിയൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളം ഇത്തരത്തിൽ ഒരു പച്ചത്തുരുത്തായി നിൽക്കുന്നു. അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ്, 102 സീറ്റ് നേടി അധികാരത്തിൽ വരുന്നു. തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോൾ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ടും അവിടെ കിട്ടിയിട്ടുണ്ട്. അത് വലിയ ഒരു രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിജയും രാഹുൽ ഗാന്ധിയും ചേർന്ന് നിൽക്കുന്ന ആ ഒരു മൈ ബ്രദർ, അതെ, ആ ഒരു വീഡിയോ കോടിക്കണക്കിന് റീച്ചാണ് നേടിയത്, വലിയ രീതിയിൽ വൈറലായി. വാട്ട് മൈറ്റ് ബി ദി
അത്തരത്തിലൊരു തീരുമാനമെടുത്തതിലൂടെ രാഹുൽ ഗാന്ധി എന്തായിരിക്കും അല്ല, അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ആ സഖ്യം ഉണ്ടല്ലോ, അതിനെ strengthen ചെയ്യാൻ? അത് സ്ട്രെങ്തൻ ചെയ്യാൻ അവിടെ നിന്ന് ഇപ്പോൾ വിജയുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു ഇന്ത്യ മുന്നണിയായിട്ട് മാറും. ഒരു DMK ഓൾറെഡി വിജയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വിട്ടു. DMKയിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം മോഡി സർക്കാരിനെതിരെ ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അത് പൊളിറ്റിക്കൽ തീരുമാനം, അത് നല്ല തീരുമാനമാണ്. ഇനി അതിനകത്ത് നിന്ന് അവിടെ നിന്ന് MP വരും പാർലമെൻറ്റിൽ, ഓക്കെ, അതോ രാജ്യസഭയിൽ മെമ്പർ. ഇവിടെയും ആ പ്രശ്നം കിടക്കുകയാണ്. ഇവിടെയും രാജ്യസഭാ അംഗങ്ങളാകാൻ ആളുകളെ അയക്കണം. ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തണ്ടേ? അവർ പാർലമെൻറ്റിൽ BJP സർക്കാർ കൊണ്ടുവരുന്ന ദേശീയ വികാരങ്ങൾക്കെതിരെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നയങ്ങളെയൊക്കെ തോൽപ്പിക്കണ്ടേ? അതിന് MP കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ഇവിടെ ഇപ്പോൾ MP കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ CPM-ൻ്റെ അവസ്ഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. LDF-ൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. 35 പേരേ ഉള്ളൂ, 36 പേര് വേണം. ഈ ഇന്ത്യ മുന്നണി സാധ്യത കണക്കിലെടുത്ത് BJP ഉണ്ടല്ലോ, അവർക്ക് BJP 3 സീറ്റുണ്ട്. UDF അല്ല, LDFിൻ്റെ പാർട്ടിയായിട്ട് തന്നെ അവർ വരും. കാര്യം LDFിൻ്റെ സിറ്റിംഗ് 3 സീറ്റല്ലേ പോയത് RSSന്. ഓക്കെ, അപ്പോൾ അവർ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യും. അവിടെയും ഇതേ ഒരു പ്രശ്നം കിടക്കുകയാണ്. ഇതേ പ്രശ്നം അവിടെയും ഉണ്ട്. ആരെ പ്രതിപക്ഷ നേതാവാക്കും എന്നുള്ള ചർച്ച അവിടെ നടക്കുന്നു. അദ്ദേഹം വാതറന്ന് പറയുന്നില്ല. സെക്രട്ടറിയോട് പറയട്ടെ. എല്ലാവർക്കും മറുപടി ഉരുളയ്ക്ക് ഉപ്പേര് പോലെ പറയുന്ന ആളാണ് ഇദ്ദേഹം. ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ബേബി സഖാവിന് ഒന്നും പറയാനും വയ്യ. കാരണം ഇദ്ദേഹം സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അനുഭവിച്ച 10 വർഷം അനുഭവിച്ച സുഖലഭ്യതയൊന്നും വിട്ടുകളയാൻ താല്പര്യവുമില്ല. പ്രതിപക്ഷ നേതാവാകുമ്പോൾ ക്യാബിനറ്റ് റാങ്കാണ്. അതിൻ്റെ കുറച്ചുകൂടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലെങ്കിലും ഉള്ള കുറച്ചുകൂടെ പരിഗണന കിട്ടി. ഇനി ഇവിടെ നിന്നുള്ള ഈ ആടുമാടുകളെല്ലാം മേച്ചുകൊണ്ട് കൻ്റോൺമെൻറ്റ് ഹൗസിൽ പോകണ്ടേ? അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് അപ്പുറത്തെടുത്ത് മാറ്റും. അവിടെ VD സതീശൻ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടേക്ക് പുള്ളി ഇതൊക്കെ തേര് തെളിച്ച് അങ്ങോട്ട് പോകുമായിരിക്കും. ശരി. അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാനുള്ള സാധ്യതയാണ്. അദ്ദേഹം മനസ്സ് തുറക്കുന്നില്ല. ഈ പറഞ്ഞില്ലേ, CPM-ൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഒന്നും പറയാനില്ല, അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അതിനിടയ്ക്ക് ഒരു CPI മാറണമെന്നും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെയും മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ആളുകൾ ശ്രദ്ധ മൊത്തം ഇത് മന്ത്രിസഭ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ്. അവിടെയും ആവശ്യത്തിനധികം ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതെ, പിന്നെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണല്ലോ മന്ത്രിസഭ രൂപീകരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കോൺഗ്രസ് വലിയൊരു വിജയം നേടി അധികാരത്തിലെത്തിയപ്പോൾ ഈ ഒരു കല്ലുകടി ഇത്രയും ദിവസം തുടരുമെന്ന് ആരും വിചാരിച്ചില്ല. തർക്കമുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, അത് ഉറപ്പുള്ള കാര്യമാണ്. VD സതീശനാണോ, KC വേണുഗോപാലാണോ, രമേശ് ചെന്നിത്തലയാണോ? KC ഇല്ലായിരുന്നു അന്ന്. പക്ഷേ മറ്റു പല ചർച്ചകളിലും KCയുടെ പേര് ഉണ്ടായിരുന്നു. ഇല്ല, KCയുടെ വക്രതയാണ് MP-മാർ ആരും മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ MP-മാരെ എല്ലാവരെയും നിഷ്പ്രഭരാക്കിയിട്ട് പുള്ളി പിന്നെ അതേ വേഷം എടുത്തിട്ട് പുള്ളിയും കൂടെ ഇറങ്ങുന്ന എന്തിനാ? അത് KCയുടെ വക്രബുദ്ധിയാണത്. കാരണം അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി അടുത്തുള്ള അടുപ്പം വെച്ചിട്ട് അദ്ദേഹം മറ്റുള്ളവരെല്ലാം ബോധപൂർവം മാറ്റി നിർത്തിയതാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഇവിടെ ജനം ആരെയും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. KC വേണുഗോപാലിന് വേണ്ടി ഇവിടെ ജനം വോട്ട് ചെയ്തിട്ടില്ല. ജനം KC വേണുഗോപാലിന് വോട്ട് കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഈ അത്തരത്തിലുള്ള ചർച്ചകൾ പക്ഷേ ആദ്യം നടന്നിരുന്നു. ഇടയ്ക്ക് ഈ KC വേണുഗോപാൽ ആയിരിക്കുമോ, KC വേണുഗോപാൽ ഇനി വരുമോ? ഹൈക്കമാൻഡിൻ്റെ ആളാണല്ലോ. ഈ AICC ജനറൽ സെക്രട്ടറി പൊളിറ്റിക്കൽ എന്നുള്ളതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് പുള്ളി തന്നെ പറയിപ്പിച്ചതാണ്. അത്തരത്തിലുള്ള അവിടെ ഇവിടെയൊക്കെ നിന്ന് പുള്ളി തന്നെ പലരെയും കൊണ്ട് പറയിച്ചതാണ്. ഓക്കെ. പക്ഷേ ഈ അന്നൊക്കെ എല്ലാവരും വിചാരിച്ചത് ഈ ചർച്ച വേഗത്തിൽ പരിഹരിക്കപ്പെടും. 1-2 ദിവസം, ഏറിയാൽ 3-ാം ദിവസം പ്രഖ്യാപനം ഉണ്ടാകും. പെട്ടെന്ന് ഇപ്പോൾ 7 ദിവസമായിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാണംകെട്ട ഏർപ്പാടായി പോയി. വേഗത്തിൽ പ്രഖ്യാപിക്കണമായിരുന്നു എന്താണ്, ആരാണ്, എപ്പോഴാണ് സത്യപ്രതിജ്ഞ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ വേഗം പോകണമായിരുന്നു. അല്ല, ഇതിൻ്റെ അപകടം ഇപ്പം നമ്മൾ ഈ കാണുന്ന അപകടമല്ല. ഞാൻ കാണുന്ന അപകടം എന്ന് പറയുന്നത് 5 വർഷം കഴിയുമ്പോൾ RSS സംഘപരിവാറുകാരനെ കേരളം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് KCയും K സുധാകരനെ എത്തിക്കുമെന്നുള്ളതാണ്. അവരങ്ങനെ ചെയ്യുമോ? അങ്ങനെ മറ്റേതെങ്കിലും ഒരു പാർട്ടി, ഇനിയിപ്പോൾ CPM ആണെങ്കിലും അത്തരത്തിലൊരു മറ്റ് എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്ക് അധികാരം കൊടുക്കുന്ന രീതിയിലേക്ക് അവർ മാറുമോ?
ഇതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ശ്രമം? അവർക്ക് കാരണം ഈ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത് ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സീറ്റ് കയറി ഇരിക്കാൻ ആരാണ് കൊതിക്കാത്തത്, ആരാണ് ആഗ്രഹിക്കാത്തത്? ജനം അംഗീകരിക്കണ്ടേ? ഉം. ഇല്ലയോ, ജനം അംഗീകരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ ആർക്കാണ് താല്പര്യം? സ്വയം ഇങ്ങനെ എനിക്ക് കുറച്ച് അനോമലൈസ് കുറേ പ്രശ്നങ്ങൾ ഇൻറ്റേർണലി പൊളിറ്റിക്സിൽ കുറച്ച് പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി നായകനാകാമെന്ന് പറഞ്ഞിട്ട് അതേ ചെയ്യുള്ളൂ. അത് ജനം തിരിച്ച് മാറും. ജനം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പിണറായി വിജയനെതിരെയുള്ള ഒരു മാൻഡേറ്റ് ആണ്. ഈ മാൻഡേറ്റ് ഈ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും കിട്ടുമെന്നുണ്ടോ? ഇങ്ങനെ തല്ലിയാൽ, ഇങ്ങനെ ഇത്രയും നീണ്ടുപോയാൽ? ഇപ്പോൾ ഒരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ കേട്ടത് വി.ഡി. സതീശനെ CM സീറ്റിലേക്ക് മത്സരിച്ചില്ലെങ്കിൽ വി.ഡി. സതീശൻ പറവൂർ എന്നുള്ള MLA സ്ഥാനം കൂടെ രാജിവെച്ചിട്ട് KC വേണമെങ്കിൽ അവിടെ ഒന്ന് മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഹൈക്കമാൻഡിന് എന്തെങ്കിലും കമാൻഡ് ഉണ്ടാകുമോ? ശരിയാണ്, അവർ നോ കമാൻഡായി മാറും. അതെ. ഇപ്പം അവർക്കൊന്നും പറയാനില്ല. ചെയ്യേണ്ടത് KCയുടെ അടുത്ത് ഇവിടെ അടങ്ങിയിരുന്നാൽ മതി. KC എന്നിട്ട് ഈ ആസാമിലും ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ കോൺഗ്രസിൻ്റെ ദയനീയ പരാജയത്തിന് ഉത്തരം പറയുമെന്ന് പറയുകയാണ്. അയാൾ അവിടെ മുട്ടിലിരുത്തി അതിനെ ഇമ്പോസിഷൻ എഴുതിച്ച് ചെയ്യിക്കേണ്ടത്. അതിന് പകരം ഇവിടെ മര്യാദയ്ക്ക് ജയിച്ച എത്രയും ഗ്രേസ്ഫുള്ളായിട്ട് വലിയൊരു വിക്ടറി, നല്ലൊരു പറയാൻ കൊള്ളാവുന്ന രീതിയിൽ അന്തസ്സോടുകൂടി തല ഉയർത്തി നിൽക്കാവുന്ന ഒരു വിക്ടറി നേടിയിട്ട് ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വലിയ അപകടമല്ലേ? KC അവിടെ തിളച്ചിട്ട് മറ്റുള്ളിടത്തുള്ള പരാജയത്തിന് ഉത്തരം പറയൂ. നിങ്ങളല്ലേ AICC പൊളിറ്റിക്കൽ ജനറൽ സെക്രട്ടറി, നിങ്ങളതിന് ഉത്തരം പറയൂ എന്ന് പറയട്ടെ. അതല്ലേ ചെയ്യിക്കേണ്ടത്? അതാണ് ചെയ്യേണ്ടത്. KC എന്ന് പറയുന്ന ആൾ ഈ ചിത്രത്തിൽ നിന്ന് മാറ്റുക, അയാളെ മാറ്റുക, ഓക്കെ, ശക്തമായി മാറ്റുക. ഇത് ജനവികാരമാണ് ഞാൻ പറയുന്നത്. യെസ്. അപ്പോൾ എന്തായാലും മുതിർന്ന നേതാക്കൾ, അതായത് മുൻ KPC പ്രസിഡന്റുമാരെല്ലാം തന്നെ ഡൽഹിയിലേക്ക് പോവുകയാണ്. അവരുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം നാളെ തന്നെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. അതിനപ്പുറം പോകില്ല. കാരണം നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്, ജനങ്ങളെ കൊണ്ട് ഇനിയും കൂടുതൽ പറയിപ്പിക്കരുത്, ഇത് വല്ലാത്ത നാണക്കേടായി പോയി എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും പറയാൻ ഇനിയുമുള്ളത്. ജനങ്ങളെ കൊണ്ട് ഇനിയും അധികം പറയിക്കരുത്. കോൺഗ്രസ്സിന് വല്ലാത്തൊരു പേരുദോഷം പണ്ടേയുണ്ട്, അതിപ്പോൾ വീണ്ടും കേൾപ്പിച്ചിരിക്കുകയാണ് വല്ലാത്ത തരത്തിൽ. ആ പേരുദോഷം മാറ്റുന്ന തരത്തിലേക്ക് ഇനിയുള്ള നടപടികൾ വേഗത്തിലാക്കി സ്വിഫ്റ്റും സ്മൂത്തുമായി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ കോൺഗ്രസ്സിന് നല്ലത്, UDFന് നല്ലത്. ഘടകകക്ഷികളൊക്കെ തന്നെ ഇത് ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി നാളെയും നമുക്ക് പറയേണ്ടി വരുമോ? വെളിച്ചക്കുറവ് മൂലം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു. അത് അദ്ദേഹം വളരെ ഐറോണിക്കലി ശ്രീ K. മുരളീധരൻ ആ രീതിയിലൊന്ന് പറഞ്ഞു. ഡൽഹിയിലെ കാലാവസ്ഥ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും തടസ്സമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, വേഗത്തിൽ തീരുമാനം ഉണ്ടാകട്ടെ. അത് നാടിന് ആവശ്യം കൂടിയാണ്. ജനങ്ങളുടെ ഇഷ്ടാനുസരിച്ചുള്ള ഒരു മുഖ്യമന്ത്രി വരട്ടെ എന്ന് ആശംസിക്കാം. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാൻ നോക്കും. നമസ്കാരം.